തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന്റെ വിവരങ്ങളും തെളിവുകളും പുറത്തു വരുമ്പോഴും ബി.ജെ.പി. നേതൃതലത്തിൽ ഈ വിഷയത്തിൽ ചർച്ചകളോ നടപടികളോ ഉണ്ടാകുന്നില്ല. ഈ അവസരത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയത്. ഫണ്ട് വെട്ടിപ്പ് ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി വിളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല. എന്നാൽ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു വിഭാഗം സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വിളിക്കുക മാത്രമാണ് ചെയ്തത്. യോഗത്തിന് മുൻപ് പാർട്ടി സംസ്ഥാന കാര്യാലയത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്ന ചിത്രം രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു വൈകിയ ഉച്ചഭക്ഷണം എന്ന തലക്കെട്ടോടെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ ചില മുതിർന്ന നേതാക്കൾ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന വിഷയം ഉന്നയിച്ചിരുന്നു. തനിക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുകയാണ് ചെയ്തത്. യോഗത്തിന് പിന്നാലെ ഒരു വൈകിയ ഉച്ചഭക്ഷണം എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ട്രോളെത്തി. അടുത്ത അനുയായികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയ കെ സുരേന്ദ്രൻ കൊടുത്ത അടിക്കുറിപ്പ് അത്താഴ പട്ടിണിക്കാർ എന്നായിരുന്നു. ബി.ജെ.പിയിലെ ഒരു വിഭാഗത്തിന്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ് അത്താഴ പട്ടിണി പ്രയോഗം. അതേസമയം ഒരു വിഭാഗം സംസ്ഥാന ഭാരവാഹികളെ മാത്രം വിളിച്ച് സംസ്ഥാന അധ്യക്ഷൻ യോഗം നടത്തിയതിൽ ഒഴിവാക്കപ്പെട്ട നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. സംസ്ഥാന സെക്രട്ടറിമാരെയും മറ്റ് ചില ചുമതലക്കാരെയുമാണ് ഒഴിവാക്കിയത്. സംസ്ഥാന ഭാരവാഹി യോഗമായി വിളിച്ചാൽ ഫണ്ട് വെട്ടിപ്പിൽ ആരോപണ വിധേയയായി ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് ആരോപണ വിധേയരും പങ്കെടുക്കാൻ എത്തുമെന്ന വിലയിരുത്തലാണ് സമ്പൂർണ്ണ ഭാരവാഹി യോഗം ഒഴിവാക്കിയതെന്ന സൂചനയുണ്ട്. മറ്റ് സംസ്ഥാന സെക്രട്ടറിമാർ ഇതിൽ കടുത്ത അതൃപ്തിയിലാണ്. വിമർശനം ഭയന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഭാരവാഹി യോഗവും അറിയിച്ച ശേഷം വാർത്താ സമ്മേളനവും ഒഴിവാക്കിയതെന്ന് പല സംസ്ഥാന ഭാരവാഹികളും അടക്കം പറയുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.